ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒറ്റയാനെ തളക്കാൻ കഴിയാതെ കഷ്ടപ്പെടുന്ന CPM നേതൃത്വത്തെ കാണുമ്പോൾ സത്യത്തിൽ വേദന തോന്നുകയാണ്. ഷാഫി പാലക്കാട്ട് നിന്നുകൊണ്ട് ഇങ്ങനെ മുന്നേറിയിരുന്നുവെങ്കിൽ ഒരു കുഴപ്പവുമില്ലായിരുന്നു. ഇത് വടകര ചെങ്കോട്ടയാണ്. ആ വടകരയിൽ വന്ന് കളിക്കുകയാണ്. ജയരാജന്മാരുടെയും കൊടിയേരിയുടെയും സാക്ഷാൽ പിണറായിയുടെയും അടക്കം തട്ടകമായ തലശ്ശേരിയൊക്കെ ഉൾപ്പെടുന്നതാണ് വടകര പാർലമെന്റ് മണ്ഡലം. അവിടെയാണ് ഷാഫിയുടെ കളി നടക്കുന്നത്. CPMന്റെ പ്രത്യേകിച്ച് കണ്ണൂർ നേതാക്കളുടെ ഒരു രീതി എന്ന് പറയുന്നത് നമുക്കറിയാം. തങ്ങളുടെ തട്ടകത്തിൽ കളിച്ചവനെ ജീവനോടെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അവരുടെ രീതി. അതാരായാലും അതാണ് ഷാഫിയെ ഇപ്പോൾ കായികമായി നേരിട്ട് തുടങ്ങിയത്. ആക്രമിച്ചു ഗുരുതരമായി പരിക്കേൽപ്പിക്കുക, അല്ലെങ്കിൽ ആളെ തന്നെ തീർത്ത് കളയുക എന്നുള്ളതാണ് ഷാഫിയുടെ കാര്യത്തിലും CPM തീരുമാനിച്ചത് എന്നുറപ്പാണ്. പക്ഷേ CPM ഷാഫിക്ക് മുന്നിൽ ഇപ്പോൾ തോറ്റ് തുപ്പിയിട്ടിരിക്കുകയാണ്. ആദ്യം തെരഞ്ഞെടുപ്പിൽ ഷാഫിയോട് തോറ്റു വടകരയിൽ. പിന്നീട് റോഡിൽ തടയാൻ നോക്കി ഷാഫി ഇറങ്ങി വെല്ലുവിളിച്ചതോടെ അതും ചീറ്റിപ്പോയി. ഇത്തവണ മർമ്മം നോക്കി തല്ലാനേൽപ്പിച്ച പോലീസുകാരന് ഉദ്ദേശിച്ചത്ര കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷെ അതോടെ ഷാഫി ഒരാൾ മതി CPMനെ കെട്ടുകെട്ടിക്കാൻ എന്നുറപ്പായതോടെ സമനില തെറ്റിയതുപോലെയാണ് CPM നേതാക്കളുള്ളത്. അതാണ് ഇന്നലെ ജയരാജനിലും കണ്ടത്. പേരാമ്പ്രയിൽ നടത്തിയ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ ഷാഫി പറമ്പിൽ MP-ക്കെതിരെ ഒരു ഗുണ്ടാ സ്റ്റൈലിലാണ് ഭീഷണി പ്രസംഗവുമായിട്ട് CPM കേന്ദ്ര കമ്മിറ്റി അംഗം ജയരാജൻ എത്തിയത്. ഒരു വിഡ്ഢി പോലും പറയാത്ത രീതിയിലാണ് സ്ഥലം MP-യെ ജയരാജൻ അവിടെ നിന്ന് വെല്ലുവിളിച്ചത്. ഷാഫി സൂക്ഷിച്ച് നടന്നാൽ മതി, മൂക്കിൻ്റെ പാലമേ ഇപ്പോൾ പോയിട്ടുള്ളൂ, ഇനി അധികം കളിച്ചാൽ ബാക്കിയും പോകും എന്നാണ് EP-യുടെ പരാമർശം. പക്ഷെ ചരിത്രത്തിൽ ഒരുപാട് കൊന്നു തള്ളിയിട്ടുള്ള ആളുകളാകാം ഇവരൊക്കെ എന്നുള്ളത് സത്യമാണ്. എന്നാൽ ഷാഫിയുടെ അടുത്ത് ഈ കളിയൊന്നും നടക്കില്ല എന്ന് അവർക്ക് തന്നെ ഉറപ്പാണ്. CPMന്റെ പഞ്ചായത്ത് പ്രസിഡന്റിനെ ആക്രമിക്കാൻ പുറപ്പെട്ടത് ഞങ്ങൾ നോക്കി നിൽക്കില്ല എന്നും, ഇതെങ്ങനെ നോക്കി നിൽക്കാൻ കഴിയും, മാർക്സിസ്റ്റുകാർ നല്ല ക്ഷമാലുക്കളാണ്, പഞ്ചായത്ത് പ്രസിഡന്റിനെ ആക്രമിച്ചാൽ MP-യുടെ മൂക്കടിച്ച് തകർക്കാനുള്ള ഒരു അനുമതിയായി എന്നുള്ളതാണ് ജയരാജൻ പറഞ്ഞു വെക്കുന്നത്. ജയരാജനും കൺവീനർ TP രാമകൃഷ്ണനും പറയുന്നത് ഷാഫിയാണ് കുറ്റക്കാരൻ എന്നുള്ളതാണ്. പേരാമ്പ്രയുടെ സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തെ തകർക്കാൻ ഷാഫി ആസൂത്രിതമായി പദ്ധതി ആരംഭിച്ചു എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. ഷാഫി കോഴിക്കോട് ജില്ലയുടെ പല ഭാഗത്തു നിന്നും ആളുകളെയും കൂട്ടി വന്ന് പേരാമ്പ്രയിൽ സംഘടിപ്പിക്കുന്നുവെന്നും അതിനെ പോലീസ് അടിച്ചൊതുക്കിയത് എന്നൊക്കെയാണ് ജയരാജൻ ഇങ്ങനെ വിളിച്ചു പറയുന്നത്. പാർട്ടിയുടെ ഉത്തമരായ സഖാക്കൾ, ഈ നാടിൻ്റെ താല്പര്യങ്ങളോടൊപ്പം നിൽക്കുന്ന സഖാക്കൾ ഇവിടെ സംഘർഷം ഉണ്ടാക്കരുത് എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് മാത്രം വലിയ സംഘർഷം നടന്നില്ല, പോലീസ് സംയമനം പാലിച്ചതുകൊണ്ട് വലിയ അക്രമവും നടന്നില്ല എന്നൊക്കെയുള്ളതാണ് ജയരാജൻ്റെ അഭിപ്രായം. എന്നാൽ ഷാഫിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് LDF കൺവീനർ TP രാമകൃഷ്ണനും പ്രസംഗിച്ചത്. ഷാഫിയുടെ മൂക്കിന് ഒരു ഓപ്പറേഷൻ നടന്നുവെന്നും സോഷ്യൽ മീഡിയ വഴി അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുന്നുണ്ട്. ഇപ്പോൾ മൂക്കിന് ഓപ്പറേഷൻ നടത്തിയ ഒരാൾക്ക് എങ്ങനെയാണ് അങ്ങനെ സംസാരിക്കാൻ കഴിയുക എന്നതാണ് TP രാമകൃഷ്ണൻ്റെ വലിയ സംശയം. മൂക്കിൻ്റെ എല്ല് പൊട്ടിയിട്ടുണ്ടെങ്കിൽ നേരെ നിന്ന് വർത്തമാനം പോലും പറയാൻ കഴിയില്ല. അപ്പോഴാണ് ഇങ്ങനെയൊരു പ്രസംഗം ഷാഫിയുടേത് കണ്ടത്. കേരളത്തിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷം ഇടതുമുന്നണിക്ക് അനുകൂലമാണ്, മൂന്നാം തവണയും ഇടതുപക്ഷം കേരളത്തിൽ അധികാരത്തിൽ വരും എന്ന് പറയാനും TP രാമകൃഷ്ണന് മറന്നിട്ടില്ല. സത്യത്തിൽ ഈ രണ്ട് പ്രമുഖ നേതാക്കളും പറയുന്നത് ഒരേ കാര്യം തന്നെയാണ്. ചുവപ്പുകോട്ട തകർന്നു വീഴുന്നു, തങ്ങളുടെ കളികൾ നടക്കുന്നില്ല, കാര്യങ്ങളെല്ലാം ഷാഫി പറമ്പിൽ ഇപ്പോൾ തീരുമാനിക്കുകയാണ്. ഇതാണ് അവരുടെ സങ്കടം. ഇടതുപക്ഷത്തിൻ്റെ കോട്ടയിൽ നിന്നും പരമാവധി പേരെ കോൺഗ്രസിൻ്റെ ഭാഗത്തേക്ക് എത്തിക്കാൻ കഴിവുള്ള ഒരു നേതാവ് ഒറ്റയാനായി പാർട്ടി ഗ്രാമങ്ങളിൽ വിൽസുമ്പോൾ മാനസിക നില തെറ്റിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അതാണ് മൂക്കിൻ്റെ പാലം തകർന്ന ഒരു MP-യെ നോക്കി വീണ്ടും കരുതിയിരുന്നോ എന്ന് പറയാനുള്ള മാനസികാവസ്ഥ ഈ നേതാക്കൾക്ക് വന്നത്.